ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്രാമത്തിലെ ഏറ്റവും വിഡ്ഢിയായ മനുഷ്യൻ ഒരിക്കലൊരു ഗുരുവിനെ തേടിയെത്തി. ഗുരുവിനോട് പരാതി പറഞ്ഞു. പരാതി മറ്റൊന്നുമല്ല, താൻ എന്ത് പറഞ്ഞാലും ആളുകൾ ചിരിക്കും, നല്ലത് പറഞ്ഞാലും സത്യം പറഞ്ഞാലും ആളുകൾ കളിയാക്കുന്നതാണ് പതിവ്. ആളുകളുടെ മുമ്പിൽ ഞാനൊരു വിഡ്ഢിയായി മാറിയിരിക്കുന്നു, എന്തെങ്കിലും പോംവഴി പറഞ്ഞു തരണം. എല്ലാം കേട്ട ഗുരു പറഞ്ഞു, ഇനി മുതലൊരു കാര്യം ചെയ്യണം. ആളുകൾ എന്ത് പറഞ്ഞാലും അതിനെ വിമർശിക്കണം. ഒരു കാര്യവുമില്ലെങ്കിലും പറയുന്നതിനൊക്കെ വിമർശിക്കുക. ഇങ്ങനെ ഒരാഴ്ച ചെയ്തിട്ട് മടങ്ങി വന്ന് എന്നെ കാണുക. ഒരാഴ്ച കഴിഞ്ഞ് ഗുരു ആശ്രമം മുറ്റത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം ആശ്രമത്തിലേക്ക് വരികയാണ്. പിന്നാലെ കുറെ ആളുകളുമുണ്ട്. ആളുകൾ വന്ന പാടെ പറഞ്ഞു, ഇദ്ദേഹത്തിന് എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങളെയൊക്കെ ഗൗരവമായി കാണുന്നു, ബുദ്ധിപരമായി സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു. വിമർശനത്തിലൂടെ സ്വന്തം കഴിവുകേടുകളെ മറയ്ക്കാനും ജീവിതത്തിലെ പാളിച്ചകൾക്ക് മൂടുപടമിടാനും കഴിയുമെന്ന സത്യമാണ് ഗുരു പ്രയോഗിച്ചത്. ജീവിതത്തിലെ അമളികളും വീഴ്ചകളും കുറവുകളും മറ്റുള്ളവർ ചർച്ച ചെയ്യാതിരിക്കാൻ ഇന്നും ആളുകൾ പ്രയോഗിക്കുന്ന തന്ത്രമാണ് ഈ വിമർശനം. എന്തിനും ഏതിനും ഒരു കാര്യവുമില്ലാതെ മറ്റുള്ളവരെ വിമർശിച്ച് അവരുടെ വാ അടപ്പിക്കുന്ന സ്വഭാവം ഇന്നത്തെ ആളുകളിൽ മാത്രമല്ല, പഴയ കാലത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയും. പരീശരുടെ പുളിച്ച മാവനെ സൂക്ഷിച്ചു കൊള്ളണമെന്ന ക്രിസ്തുവിന്റെ ഉപദേശം പരീശരുടെ ഈ വിമർശന സ്വഭാവം വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിന്റെ പിന്നാലെ നടന്ന് ഓരോ കാര്യങ്ങളിലും വിമർശനം ഉന്നയിക്കുക എന്നത് പരീശരുടെ ഒരു ശീലമായിരുന്നു. മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മകളിൽ പോലും നിയമത്തിന്റെ നൂലാമാലകൾ കണ്ടെത്തി വിമർശിക്കുന്ന പരീശരുടെ പിൻഗാമികൾ ചുറ്റുമുണ്ട് എന്നതിൽ ആശ്ചര്യപ്പെടാനില്ല. മറ്റുള്ളവരെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ആവേശം കാണിക്കുമ്പോൾ സ്വയം വിമർശനം നടത്തി പക്വതയോടെ സ്വന്തം തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് ജീവിതം ക്രമപ്പെടുത്തുന്നവർക്ക് വിജയിക്കാനാവും. ഇല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരുടെ കുറവുകളിൽ മാത്രമായിരിക്കും അങ്ങനെയുള്ളവരുടെ ശ്രദ്ധ. അരിസ്റ്റോട്ടിൽ പറയുന്നത് പോലെ വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ: ഒന്നും ചെയ്യാതിരിക്കുക, ഒന്നും പറയാതിരിക്കുക, ഒന്നും ആവാതിരിക്കുക. കാരണം വിമർശന ശീലമാക്കിയവരെ നേർവഴിയിൽ കൊണ്ടുവരിക എന്നത് ഏറെ പ്രയാസമുള്ളതാണ്. എന്തിനും ഏതിനും വിമർശനം മുഖമുദ്രയാക്കിയവർ അറിയേണ്ടത് ഒന്നു മാത്രമാണ്: ആരും പൂർണ്ണരല്ല, കുറവുകളില്ലാത്തവർ ആരുമില്ല. കുറവുകളും തെറ്റുകളും സംഭവിക്കുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ അങ്ങനെയുള്ളവരെ അടിച്ചമർത്താൻ സ്വന്തം കുറവുകളെ മറച്ചുവെച്ച് മറ്റുള്ളവരെ വിമർശിക്കുക എന്ന തന്ത്രം മറ്റുള്ളവരുടെ കഴിവുകളെ അടിച്ചമർത്തുന്നതിന് തുല്യമാണ്. ഏറ്റവും നന്നായി പാടാൻ കഴിയുന്ന പക്ഷി മാത്രമാണ് പാടുന്നതെങ്കിൽ ഏത് കാടും നിശബ്ദമാകും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുവചനത്തിൻ പൊരുളറിയാൻ അനുഗ്രഹിച്ചിടേണേ നാഥ. തിരുവചനത്തിൻ ആഴമറിയാൻ എളിയവർക്ക് അറിവു നൽകും വചനമേ നിറയുകയെന്നിൽ. ജീവിതത്തിൽ പ്രകാശം പരത്തും വചനമേ നയിക്കുകയെന്നേ. എളിയവർക്ക്